ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം മുതൽ ആരംഭിക്കുന്ന ഫ്രിറ്റ്സ് മെമ്മോറിയൽ CSI ചർച്ച് കൊടക്കിൽ സഭയുടെ സുവിശേഷ യോഗങ്ങളിൽ ഭാഗവാക്കാകുവാൻ സർവശക്തനായ ദൈവം നൽകിയ എല്ലാ കൃപകൾക്കായും ദൈവത്തിന് സ്തോത്രം. ഈ ശുശ്രൂഷയിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച കൊടക്കൽ ഇടവക വികാരി റവറൻഡ് ബെർണറ്റ് MB അച്ഛൻ, വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് കർത്താവിനെ പഠിക്കുവാനും പാടുവാനും ആരാധിപ്പാനും എല്ലാം ദൈവം അച്ഛനോട് ചേർന്ന് എനിക്കും അവസരം നൽകിയത് അച്ഛൻ ഓർപ്പിക്കുകയുണ്ടായല്ലോ. ആയതുപോലെ ഈ പ്രത്യേകമായ ശുശ്രൂഷയിലേക്ക് പ്രിയ അച്ഛനും അതോടൊപ്പം സഭാ കമ്മിറ്റി, പ്രത്യേകിച്ച് സെക്രട്ടറിയായി പാസ്റ്റർ കമ്മിറ്റി കൊടക്കലിന്റെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ഷാജി സെൽവരാജ്, കൺവെൻഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ ഫ്രെഡറിക് വിജയരാജ് കളരിക്കൽ, സഭാ കമ്മിറ്റി അംഗങ്ങൾ, സഭാമക്കൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതിലെല്ലാം ഉപരിയായി ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ റവറൻഡ് അജീഷ് വിനോദ്, പരപ്പേരി ക്രൈസ്റ്റ് ചർച്ച് സഭയുടെ വികാരി, വളരെ വർഷങ്ങളിൽ ഒരു കുടുംബം എന്ന നിലയിൽ സഹോദരങ്ങളായി ജീവിക്കുവാനും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ആരാധിച്ച് വചന ശുശ്രൂഷകളുടെയൊക്കെയും പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ജീവിപ്പാനും ദൈവം ഇടയാക്കിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുനിൽ പുതിയാട്ടിൽ അച്ഛൻ, മലബാർ ഡയസിന്റെ കോർപ്പറേറ്റ് മാനേജരായി അച്ഛനെ ദൈവ ഈ നാളുകളിലും സഭാ ശുശ്രൂഷകൾ നടന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കൊച്ചമ്മയും നന്ദിയോട് ഓർക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയിലൂടെ ഇവിടെ കടന്നു വന്ന മറ്റ് തിരൂർ സഭയുടെ ശുശ്രൂഷകൻ, അതുപോലെ ഇവാഞ്ചലിസ്റ്റ്, പ്രാർത്ഥനയുടെയും സാന്നിധ്യത്തോടെയും നമ്മെ അനുഗ്രഹിച്ച ഏറ്റവും സ്നേഹം നിറഞ്ഞ പാസ്റ്റർമാർ, എൻ്റെ ഏറ്റവും ആദരരായ മാതാപിതാക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആദരവോടുകൂടെ ഞാൻ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. അടുത്ത 3 ദിനങ്ങൾ അല്ലെങ്കിൽ ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന വേദവചന സുവിശേഷ ഘോഷണത്തിന്റെ ഭാഗമായിരിക്കാൻ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയ അവസരത്തിൽ അതെപ്പോഴും പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ സമയം കണ്ടെത്തി വരികയും ഇന്ന് നാം ശ്രമിക്കുന്ന ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഏതെങ്കിലും സംശയമോ കൂടുതൽ അറിയുവാനോ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ അത് കൂടുതൽ അറിഞ്ഞ് പഠനത്തോടെ മുമ്പോട്ട് പോകുവാൻ ഈ 3 ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഒന്നുമല്ല, നമ്മളെല്ലാവരും ചേർന്ന സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കുകയാണ്. പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവർക്ക് എഴുതപ്പെട്ട് നൽകിയ 7 കൂടിവരവുകൾ, വാർഷിക കൂടിവരവുകളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ലേവ്യ പുസ്തകം അതിന്റെ 23-ാം അധ്യായത്തിൽ 1-ാം മാസം 15-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കൂടിവരവാണ്. അത് സഭ ഒരുമിച്ച് കൂടണം എന്നുള്ളതാണ്. അങ്ങനെ വർഷത്തിൽ 7 തവണ അവർ കൂടുകയും പിന്നീട് ചരിത്രത്തിൽ 2 അഡീഷണൽ ഉത്സവങ്ങൾ കൂടെ അവർ കണ്ടെത്തുകയും നടപ്പാക്കുകയും ചെയ്തതായിട്ട് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ വാർഷിക കൂടിവരവുകൾ സഭയ്ക്ക് ദൈവം മുന്നമേ അനുവദിച്ചതായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. പെസഹായ്ക്ക് കടന്നു വരുന്നു. പെസഹായ്ക്ക് ശേഷം 7 ദിവസം നീണ്ടു നിൽക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന് അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ കറ്റയുമായി ആദ്യപര സമർപ്പണത്തിനായി കടന്നു വരുന്നു. അതേ തുടർന്ന് 49 ദിവസം എണ്ണി 50-ാം ദിവസത്തില് വാരോത്സവം എന്ന നിലയിൽ, പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന നിലയിൽ അതിനായിട്ട് അവർ ഒരുമിച്ച് കൂടി വരും. അതിനുശേഷം 7-ാം മാസം 1-ാം തീയതി അവര് കാഹളധ്വനി പെരുന്നാളിനായി കൂടി വരും. അതിനുശേഷം 10-ാം തീയതി അവർ
പാപപരിഹാരത്തിനായി, അനുതാപത്തിനായി അവര് കൂടി വരണം. തുടർന്ന് 21 മുതൽ അവര് കൂടാര പെരുന്നാളിനായി കൂടി വരണം. അപ്പൊ അങ്ങനെ വർഷത്തില് 7 പ്രാവശ്യമെങ്കിലും ഒരുമിച്ച് കൂടി വരുവാനുള്ള സാഹചര്യങ്ങളും എല്ലാം നൽകപ്പെട്ട ഒരു ന്യായപ്രമാണത്തെ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. പിന്നീട് പുതിയ നിയമസഭ ആരംഭിക്കുമ്പോൾ അത് പ്രത്യേക ദിനങ്ങളിലേക്കല്ല, എല്ലാ നാളും അതാകാം എന്ന നിലയിലാണ് ആ കൂടിവരവുകൾ. വലിയൊരു കൂടിവരവിന്റെ ലക്ഷണമായിട്ടാണ് അതിനെ നമുക്ക് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വെളിപാട് പുസ്തകത്തില് ഒരു വലിയ കൂടിവരവിനെ കുറിച്ച് നമുക്ക് രേഖപ്പെടുത്തുവാൻ ലഭ്യമായിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 1,44,000 പേരുടെ ഒരു എണ്ണത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സകല ജാതിയിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നുമുള്ള പുരുഷാരം, എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുന്നതിന്റെ വലിയൊരു വിവരണം നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയും. ആ വലിയ കൂടിവരവിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് സഭയായും സഭാ ജില്ലകളായും മഹായിടവകയായും എല്ലാം ഈ നാളുകളിൽ വചനത്തിന്റെ അരികിൽ പ്രകാരം കൂടി വരുവാനായിട്ട് നാം തയ്യാറാകുന്നത്, അതിനുവേണ്ടി ബന്ധപ്പെടുന്നത്. എത്രയോ നീണ്ടു നിന്ന ഒരുക്കമാണ് ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പാട്ടുകൾ എനിക്കറിയാം, ബെർണഡ് അച്ഛൻ നല്ലൊരു പാട്ടുകാരനും കമ്പോസറും എല്ലാമാണ്. അച്ഛന്റെ ശക്തമായ സ്വാധീനം, നല്ലൊരു ഗായക സംഘം, തിരൂരിലെ സഭയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒക്കെ പാടുന്ന വലിയൊരു ആത്മീയ കൂടിവരവ്. പ്രിയരെ, ഇത് കേവലം ഇവിടത്തെ ഒരു കൂടിവരമായി, കൊടയ്ക്കലിലെ മാത്രം ഒരു കൂടിവരമായി തീരാതിരിപ്പാൻ, നിത്യത്തിലും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്ന അവകാശമുള്ള മക്കളായി മാറുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരം ഈ ദേശത്തിലെ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ നമ്മൾക്ക് ധ്യാനിപ്പാനുള്ള ചില കാര്യങ്ങൾ വേഗത്തിൽ ധ്യാനിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യമാണ് ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്ന നോട്ടീസിൽ എനിക്ക് കാണുവാനും അതിനെ തീം സോമാക്കി പാട്ട് രചിച്ച് ഒക്കെ പാടുവാനും നമുക്ക് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും എന്ത് പ്രസംഗിക്കണം എന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉറങ്ങിപ്പോകും. എന്ത് പ്രസംഗിക്കണം? സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളതാണ്. സുവിശേഷത്തില് നാം അടുത്തു വരുമ്പോൾ എനിക്ക് ദൈവം നൽകിയ കൃപയുടെ പശ്ചാത്തലത്തിൽ ആദ്യമായി പ്രിയ അച്ഛൻ പറഞ്ഞോട് ചേർന്നുള്ള ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്. അധ്യക്ഷ പ്രസംഗത്തില് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധ യാഗമാക്കി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദമുള്ള ദൈവഹിതം നിന്ന് തിരിച്ചറിയുന്ന മനസ്സിന്റെ ഉടമയാകുവാൻ പ്രിയ അച്ഛൻ നമ്മളെ ഓർപ്പിച്ചു. റീത്തിങ്ങിന്റെയും റീഫ്യൂലിങ്ങിന്റെയും റിന്യൂവലിന്റെയും കാര്യങ്ങളോട് ചേർന്ന് ഒരു വാക്കാണ് അതിനോട് ഞാൻ ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും പരിചിതവും കർത്താവിന്റെ പ്രസംഗത്തിന്റെ പ്രാരംഭവുമായ റിപ്പന്റ് എന്നൊരു വാക്കാണ്. റിപ്പന്റിങ് അനുതാപത്തിനായുള്ള ഒരു ദിവസമാണ്, കാലഘട്ടമാണ് ഇത് നമ്മളെ സംബന്ധിച്ചോളം. ഈ നാളുകൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൽ നമ്മൾ ധാരാളം കൃപ പ്രാപിച്ചിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ ഏറെ നാം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് നമ്മുടെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ജനത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു അനുതാപത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം ഈ മർക്കോസ് തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ാം അധ്യായത്തിലാണ് അത് നമ്മൾ വായിക്കുന്നത്. സാധ്യമെങ്കിൽ ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചെന്നെ സഹായിച്ചാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ എളുപ്പമുണ്ടായിരിക്കും. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കുവോ? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്.
നമ്മുടെ ജീവിതത്തെ ഒന്ന് പഠന വിധേയമാക്കുവാൻ, വിമർശന വിധേയമാക്കുവാൻ, ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്തുവാൻ ഈ വാക്യം ധ്യാനിപ്പാനാണ് ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചത്. അതേ സുവിശേഷത്തിലെ വളരെ പ്രധാനമായ പാഠമാണ്, ആരാധനയുടെ ഒരു പാഠമാണ്. ഇസ്രായേൽ ജനത്തിന്റെ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കർത്താവ് അവരോട് സംസാരിക്കുന്നത്. ആ ജനത്തിന്റെ പ്രത്യേകത, അവരുടെ കയ്യിൽ വേദപുസ്തകമുണ്ട്, അല്ലെങ്കിൽ തോറ എന്ന് പറയുന്ന യഹൂദ മതഗ്രന്ഥം കയ്യിലുള്ളവരാണ്. അതുപോലെ തോറായും നാബീബും കെരൂബും ഉൾപ്പെടുന്ന തനാക്ക് എന്നവർ പേർചൊല്ലി വിളിക്കുന്ന വേദപുസ്തകം പഠിപ്പിക്കുന്ന ശാസ്ത്രിമാർ അവരുടെ ഇടയിലുണ്ട്. മാത്രമല്ല മിഷ്ന, മിഡ്രാഷ് എന്ന് പറയപ്പെടുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അവർ വേദപുസ്തകം കൊണ്ടു നടന്നവരാണ്. മനോഹരമായ പാട്ടുകൾ പാടിയവരാണ്. നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ 111 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഹല്ലേൽ ഗീതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നതും പെസഹാകാലങ്ങളിൽ യഹൂദന്മാരെല്ലാവരും ഒരുമിച്ച് പാടുന്നതും തിരുവെഴുത്ത് പഠിക്കുന്നതനുസരിച്ച് യേശുക്രിസ്തുവും ശിഷ്യന്മാരും ചേർന്ന് പാടിയ പാട്ടുമാണ് ഹല്ലേലൂയ ഗാനം. അപ്പോൾ അങ്ങനെ പാടുന്ന ആളുകളാണ്. ഞങ്ങൾ വചനം എല്ലാം അനുസരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ആളുകളാണ്. അത് മാത്രമല്ല, തങ്ങളെ മാത്രമേ ശരിയുള്ളൂ, ഈ ലോകത്തുള്ള മറ്റെല്ലാവരും തെറ്റാണെന്ന് വരെയും അവർ ചിലപ്പോൾ പറയുന്ന ആളുകളുമാണ്. അവരുടെ മുഖത്ത് നോക്കി ഈ കർത്താവ് പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തവരാണ്. അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ കഴിയാത്തതിനാൽ അബദ്ധത്തിൽ പോകുന്ന അവസ്ഥകൾ ഈ ലോകത്തില് ഒരുപക്ഷെ നമ്മുടെ ദൈവമായ കർത്താവിന്റെ നെഞ്ച് ഇപ്പോഴും പൊട്ടിപ്പിളർന്ന് രക്തമൊഴുകുന്നത് എന്നെയും നിങ്ങളെയും ദൈവനാമം ധരിച്ചിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അറിവില്ലായ്മ കണ്ടാണ് എന്നത് ഈ തിരുവെഴുത്തിലൂടെ നമ്മുടെ മുമ്പാകെ കർത്താവ് ഓർപ്പിക്കുമ്പോൾ അതിന് ആസ്പദമായ 3 കാര്യങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കണ്ടെത്തുവാനും പഠിക്കുവാനും അത് അനുതാപത്തിന് നമ്മെ സഹായിക്കുന്നതാണ്, നമ്മളുടെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ആ 3 കാര്യങ്ങളാണ് ഇന്ന് ധ്യാനിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അവിടെ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യമെങ്കിലും അതേക്കുറിച്ച് പറയാം, ബാക്കി നമുക്കത് നാളെയൊക്കെ ആയിട്ട് ധ്യാനിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയരെ, അറിവിന്റെ ഒരു പദമാണ് വേദം. വിദ് എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കൃത വാക്കാണ്. അറിയുക എന്നാണ് എൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് വിദ്യാഭ്യാസം, അറിവിന്റെ പരിശീലനം എന്ന അർത്ഥത്തിലും വേദം, വേദപുസ്തകം എന്ന വാക്കുകളൊക്കെ രൂപപ്പെട്ടത്. അറിയുക എന്ന പദം നമ്മളുടെ ഈ കാലത്തില് 2 സ്ട്രാൻഡ്സ് ആയിട്ട്, അല്ലെങ്കിൽ 2 സ്ട്രീംസ് ആയിട്ട്, അല്ലെങ്കിൽ 2 സെക്ഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയേണ്ടി വരും. അതിന് ഒന്ന് അറിവിന്റെ റാഷണൽ ഡയമെൻഷൻ, റാഷണൽ നോളജ് അഥവാ സയന്റിഫിക് നോളജ് എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. നമ്മൾ തിങ്കളാഴ്ച മുതൽ ഇപ്പോൾ ഞായറാഴ്ച വരെയും, അതേ പ്രിയ അച്ഛൻ ഇവിടെയുണ്ട്, സ്കൂളിന്റെ അച്ഛൻ, നമ്മളുടെ LKGയും UKGയും അല്ലെങ്കിൽ പ്രീ പ്രൈമറി സിസ്റ്റവും LPയും UPയും ഹൈസ്കൂളും നമ്മളുടെ +2ഉം പിന്നെ വരുന്ന ഡിഗ്രിയും PGയും അതുപോലെ തന്നെ ഡോക്ടറേറ്റും ഇവയെല്ലാം അടങ്ങുന്ന ഒരു അറിവിന്റെ ഒരു സ്ട്രാൻഡ് നമ്മുടെ കൈവശമുണ്ട്. അതിലൂടെയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ലോകത്തെ കുറിച്ചും പരസ്പരവും എല്ലാം അറിയുന്നത്. ആ ഒരു അറിവിലാണ്, സ്കൂളിലാണ് ആ അറിവ് ആരംഭിക്കുന്നത്. അതൊരു പക്ഷേ സമൂഹത്തെ ഏറെ രൂപാന്തരപ്പെടുത്തി ഇന്ന് വളരെ വൈജ്ഞാനികമായ നിലയിൽ അത് സയന്റിഫിക് നോളജിന്റെ ഏറ്റവും ഇൻഫർമേഷൻ ടെക്നോളജിയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെല്ലാം എത്തി നിൽക്കുന്ന ഒരു അറിവാണ്. അങ്ങനെ ഒരു അറിവുണ്ട്. അത് നമുക്കെല്ലാം അതിനുവേണ്ടി നമ്മൾ ബന്ധപ്പെടുകയാണ്.
നമ്മുടെ മക്കളെ എല്ലാം അതിനുവേണ്ടി പഠിപ്പിക്കുവാനും അത് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നാം സമയവും പണവും എല്ലാം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അത് ഈ ലോകത്തിൽ വ്യാപിക്കുന്നതിന് മുൻപ് മറ്റൊരറിവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന് വിളിക്കാവുന്ന പേര് റെവലേറ്ററി നോളജ് എന്നാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ട അറിവ്. വെളിപ്പെടുത്തപ്പെട്ട അറിവ് അതിന് പറയുന്ന പേരാണ് നമ്മുടെ യേശു പറയുന്നത് തിരുവെഴുത്ത്, ഹോളി സ്ക്രിപ്ചർ. ഇത് നാം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ മനുഷ്യ ചരിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരറിവാണ്. അതിൽ സയന്റിഫിക് അറിവിൻ്റെതായ തലത്തിലല്ല അവർ കാര്യങ്ങൾ കാണുന്നത്. അതിലുപരിയായി വെളിപ്പെടുത്തപ്പെട്ട അറിവ്, അത് നാം മനസ്സിലാക്കുമ്പോൾ മനുഷ്യ ഭാഷ രൂപപ്പെടുന്ന കാലം മുതൽ ഈ ലോകത്തില് മനുഷ്യ ചരിത്രത്തെ നാം ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ കാണുമ്പോൾ നോഹയുടെ തലമുറ മുതലാണ് ഈ ലോകത്തിലെ ജനത വർദ്ധിച്ചു പെരുകുവാനായിട്ട് ദൈവം അനുവദിക്കുന്നത്. അതില് ശേം, ഹാം, യാഫേത്ത് ഇവരുടെ പേരും ഇവരുടെ സന്തതികളുടെ പേരും ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ അതിന്റെ 2, 22, 29 മുതലായ വാക്യങ്ങൾ നമ്മളെടുത്ത് വായിച്ചാൽ ഈ മക്കൾ ശേമ എന്ന് പറയുന്ന വ്യക്തി ഏഷ്യ ഭൂഖണ്ഡവുമായി ബന്ധത്തിലുള്ള പേരുകളാണ് അദ്ദേഹത്തിന്റെ മക്കൾക്കുള്ളത്. അതുപോലെ തന്നെ ഹാമിന്റെ പേരുകൾ പഠിച്ചാൽ, മക്കളുടെ പേരുകൾ പഠിച്ചാൽ കൂശ്, മിസ്രൈം മുതലായ ആഫ്രിക്കയിലെ ദേശത്തിന്റെ പേരുകളാണ് അദ്ദേഹത്തിന്റെ മക്കളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ യാഫേത്തിന്റെ മക്കളുടെ പേരുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ പേരുകളാണ്. അങ്ങനെ ഈ ഭൂമിയിലെ 3 ഭൂഖണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ ഈ അറിവിന്റെ പുസ്തകത്തില് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഈ തിരുവെഴുത്ത് അല്ലെങ്കിൽ അറിവുമായുള്ള ബന്ധത്തില് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സംക്ഷേപിച്ച് ഒരു കണക്ക് പ്രകാരമുണ്ട്. ആ കണക്ക് എങ്ങനെയാണ്? ത്രിത്വ ദൈവത്തെ കുറിച്ച് അറിഞ്ഞ് ആരാധിക്കുന്ന ലോകത്തിലെ ആകെ ജനസംഖ്യയുടെ ശതമാനം എന്ന് പറയുന്നത് 30%. 30% ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ ക്രിസ്തുവുമായി ബന്ധത്തിൽ ത്രിയേക ദൈവത്തെ അറിഞ്ഞവര് ആ ഗ്രന്ഥം തിരുവെഴുത്ത് കൈവശം ഉള്ളവരാണ്. അതിന്റെ അടുത്ത് വരുന്നത് 24% ലോക ജനസംഖ്യയിലാണ്, 800 കോടിയിൽ പരം വരുന്ന. അത് ഏകദൈവ വിശ്വാസമായ ഇസ്ലാം മത വിശ്വാസികളാണ്. 24%. അവർക്കും വേദഗ്രന്ഥങ്ങൾ, തിരുവെഴുത്തുകൾ ഉള്ളത് നമുക്കറിയാം. പിന്നെ ഈ അടുത്ത കാലത്ത് കണക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കേണ്ട, ദൈവവിശ്വാസത്തിന് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആളുകളുടെ എണ്ണമാണ്. 16% അവരുണ്ടെന്നാണ് ഈ ലോക ജനസംഖ്യയുമായുള്ള ബന്ധത്തില് കണക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. 15% ആഗോള ജനസംഖ്യയിലെ 15% ഹൈന്ദവരായ സഹോദരങ്ങളാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ അവർ വ്യാപരിച്ച് അവരുടേതായ അറിവുകളെ ഏറ്റെടുത്ത് അവർ കൊണ്ടുപോകുന്നു. പിന്നീട് വരുന്ന 6% ബുദ്ധമതവുമായി ബന്ധപ്പെട്ടാണ് കണക്കുകൾ പഠിക്കുവാനായിട്ട് കഴിയുക. പിന്നെ 1% അതിന് താഴെ വരുന്നതായ പെർസെന്റേജുകളാണ് ജൈന, ബുദ്ധ, അതുപോലെ തന്നെ ജൂയിഷ് റിലീജിയൻ, യഹൂദ മതം, ഇവയെല്ലാം അതിന് താഴെയാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു തലത്തിലുള്ള വിശ്വാസ സമൂഹത്തിന്റെ കയ്യിലെല്ലാം അവരുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിന്റെ പേരാണ് തിരുവെഴുത്ത്. ഈ തിരുവെഴുത്തുകളില് ഒരു പ്രധാനപ്പെട്ട അറിവ്, ഈ തിരുവെഴുത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത ഈ തിരുവെഴുത്തിന്റെ 39 പുസ്തകങ്ങൾ ചേരുന്ന പുസ്തകമാണ് അവരുടെ തോറ എന്ന് പറയുന്ന, അതും നാബിയും കെതുബും എന്ന് പറയുന്ന ആ പഴയ നിയമ ഗ്രന്ഥം. അത് ആകെ അവരെ സംബന്ധിച്ചുള്ള 24 പുസ്തകങ്ങളാണ് ഉള്ളത്. അതില് നമ്മൾ പറയുന്നത് 1ഉം 2ഉം രാജാക്കന്മാര്, 1ഉം 2ഉം ദിനവൃത്താന്തം, അങ്ങനെ അവർ തിരിച്ചിട്ടില്ല, എല്ലാം ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ 12 പ്രവാചകന്മാരുടെ പുസ്തകത്തെ അവർ ഒരു ചുരുളിലാണ് ഉൾപ്പെടുത്തിയിട്ട് അതിനെ അവർ ഒന്നായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവരെ സംബന്ധിച്ചോളം നമ്മൾ 39 എന്ന് പറയുന്ന പുസ്തകങ്ങൾ അവരെ സംബന്ധിച്ചോളം 24 പുസ്തകങ്ങൾ ചേരുന്നതാണ് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് അവർ അംഗീകരിക്കുന്നത്. ആ ജനത്തോട് യേശു പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്ത് തിരിച്ചറിഞ്ഞില്ല.
ദൈവശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുകയാണ്. ധാരാളം പഠനങ്ങളൊന്നുമായിട്ടുണ്ട്. അതിലൊന്ന്, അവർക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോയ ഒരു കാര്യം യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൂടെ മനസ്സിലാക്കാൻ ഒരു വാക്യത്തിലേക്ക് കൂടെ നമുക്ക് കടന്നു വരാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തില് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യേശു അതിനെ കുറെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. അവിടെ നാം മനസ്സിലാക്കും. അവിടെ നമുക്ക് അതിന്റെ കണ്ടന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ തന്നെ വായിക്കാം. ഇങ്ങനെയാണ് 16-ാം അധ്യായം 1 മുതൽ 3 വരെ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. കാരണം പറയുകയാണ്, അവർ പിതാവിനെയും എന്നെയും അറിയുന്നില്ല. അവരറിയാതെ പോയത് ആരെയാണ് യേശു ഇവിടെ പറയുക. തിരുവെഴുത്ത് ഇത്രയും നാൾ പഠിച്ചിട്ട് ധാരാളം പ്രസംഗങ്ങളും പഠനങ്ങളും ഉണ്ടായിട്ട് ഇസ്രായേൽ ജനത്തിലെ അവിടുത്തെ വൈജ്ഞാനികളായ ആളുകളുടെ മുഖത്ത് നോക്കി കർത്താവ് വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് പിതാവിനെ അറിയില്ല, അതുപോലെ നിങ്ങൾക്ക് പുത്രനായ എന്നെ അറിയില്ല. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 25 വാക്യവും യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 26 വാക്യവും നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ശക്തമായ പഠനങ്ങൾ യേശു നൽകുന്നത് കാണാം. അതിന്റെ അർത്ഥം ഇതാണ്, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവത്തെ അവർ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. ഇതാണ് യേശു അവരുടെ മുഖത്ത് നോക്കി പറയുന്നത്. അവരുടെ സംബന്ധിച്ച മോണോത്തീസിന്റെ ആളുകളാണ്. അവർ പറയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന ഒരു പഠിപ്പിക്കല്, അത് വളരെ ശക്തമായി ഉറച്ച് അത് ഏറ്റവും വിശ്വസിച്ചു പോരുന്ന ഒരു ജനസമൂഹമാണ്. ആ ജനസമൂഹത്തിന്റെ മുഖത്ത് നോക്കി കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ പിതാവിനെ അറിഞ്ഞില്ല, നിങ്ങൾ പുത്രനെ അറിഞ്ഞില്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞില്ല. ആയതുകൊണ്ട് ഈ വിശ്വാസമുള്ള നിങ്ങളെ, തന്റെ ശിഷ്യന്മാരെ പറയുകയാണ്, ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിങ്ങളെ അവർ ഒരുപക്ഷെ അവരുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നിരിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ ഒരുപക്ഷെ കർത്താവ് പറയുക. മാത്രമല്ല, നിങ്ങളെ ഒരുപക്ഷെ കൊന്നുകളഞ്ഞെന്ന് വരെ ഇരിക്കാം. ശ്രദ്ധിക്കുക, ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസ പാതയിൽ വളരെ മനോഹരമായ ഒരു വളർച്ചയുണ്ട്. അച്ഛനിവിടെ പറഞ്ഞപ്പോൾ ഓരോ വൃക്ഷത്തിന്റെയും ശിഖരത്തെ കുറിച്ചും ഇലകളെ കുറിച്ചും പറഞ്ഞതുപോലെ അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലോകത്തില് എങ്ങും വ്യാപിച്ചിരുന്ന മാനവ സംസ്കൃതിയില് ഉണ്ടായ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്, ഏറ്റവും പുരാതനമായ സുമേറിയൻ സിവിലൈസേഷൻ, അതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, അതുപോലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതലായ ഈ ലോകത്തിലെ പഴയ ചരിത്ര ജീവിത അനുഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ വലിയൊരു പ്രത്യേകത, അവർ എല്ലാത്തിലും ദൈവത്തെ കാണുന്ന വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു. അങ്ങനെയാണ് അവർ എല്ലാത്തിനെയും മനസ്സിലാക്കിയത്. അങ്ങനെ എല്ലാ ദൈവമാണെന്ന് കണ്ടെത്തിയ സുമേറിയന്റെയും അതുപോലെ ഈജിപ്ഷ്യൻ പശ്ചാത്തലത്തിൽ നിന്നാണ് മറ്റൊരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ, അടുത്ത ഒരു ശിഖരം എന്ന നിലയിൽ നമ്മളുടെ അബ്രഹാം ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് ഇടയാകുന്നു. അബ്രഹാമിനെ കുറിച്ചുള്ള പരാമർശം നിങ്ങൾ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന് 2-ാം വാക്യം നോട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയി നോക്കണം. അവിടെ യോശുവ തന്റെ ജനത്തോട് ഈ കാര്യം പറയുന്നുണ്ട്. അതിപ്രകാരമാണ്, മക്കളെ, നമ്മുടെ പിതാക്കന്മാര്, അബ്രഹാമിന്റെ പിതാവായ തേരഹ്, നാഹോര് മുതലായ ആളുകളെല്ലാം എല്ലാ സൃഷ്ടികളെയും ദൈവമായി കണ്ട് സ്നേഹിച്ച് വിശ്വസിച്ച് ആരാധിച്ച് പോന്നവരാണ്. എന്നാൽ അബ്രഹാം മറ്റൊരു വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിപ്പാനിടയായി. അതിതാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. സകലതിനെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യം. ഇത് തിരുവെഴുത്ത് ഇത് പറയുമ്പോൾ
നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സയന്റിഫിക് നോളജില് അങ്ങനെ ഒരു വിശ്വാസമില്ല. അവരുടെ അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുകൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജെയിംസ് വെബ് ടെലസ്കോപ്പ് മുതലായ അതുപോലെ ധാരാളമായ അന്വേഷണങ്ങളുടെ ഫലമായിട്ട് കണ്ടെത്തി നിൽക്കുന്ന മനുഷ്യന്റെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള നോളജ് അല്ലെങ്കിൽ നിലവിലുള്ള സൃഷ്ടികളെ കുറിച്ചുള്ള നോളജ് അതിവിശാലമാണ്. അതേ ഞാൻ പറഞ്ഞ ഈ 16% ആയിട്ട് പെരുകിക്കൊണ്ടിരിക്കുന്ന ആ വിശ്വാസധാരയിൽ പ്രപഞ്ചം തനിയെ രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കുവാൻ പഠിപ്പിക്കുകയാണ്. ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു തിയറിയൊക്കെ അതിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രപഞ്ചം തനിയെ രൂപപ്പെട്ടു. തനിയെ രൂപപ്പെട്ടതിന്റെ അതിനോട് ചേർന്നുണ്ടായ എനർജിയുടെ വിവിധ രൂപഭാവങ്ങൾ കാലാന്തരത്തിൽ സമയങ്ങളിലൂടെ പരിണാമത്തിന് വിധേയമായി സ്പേസ് അതേ ടൈം അവ അവാജ്യമായ റിലേറ്റിവിറ്റിയിലൂടെ ഒക്കെ കടന്നു പോകുവാനും വളരെ അപൂർവമായി വളരെ കാലങ്ങൾക്ക് മുമ്പ് 1387 കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ ഒരു പ്രപഞ്ചത്തിന്റെ പ്രാരംഭം മുതൽ ഇന്ന് പ്രകാശം ചലിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ധാരാളമായ പഠനങ്ങൾ അതിനകത്തുണ്ട്. അതിനെ സെൽഫ് ജനറേറ്റഡ് ആയ ഒരു പ്രപഞ്ചത്തെയാണ് ഈ സയന്റിഫിക് നോളജ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ തിരുവെഴുത്തില് അബ്രഹാമിന് തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസമുണ്ട്. അബ്രഹാമിന്റെ തലമുറയില് അബ്രഹാമിന്റെ സന്തതി പരമ്പരയില് മോശയാണ് ഒരുപക്ഷെ ആ തിരിച്ചറിവിനെ ഏറ്റവും ശക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ചിലപ്പോഴും പറയാറുണ്ട്, വെളിപ്പാട് പുസ്തകം മോശയ്ക്കുണ്ടായ വെളിപ്പാടാണ്, അതിലൂടെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നതിൽ. യോഹന്നാനുണ്ടായ വെളിപ്പാടിലൂടെയാണ് വേദപുസ്തകം അതിന്റെ എൻഡിലേക്ക് പോവുക. ആദ്യ പുസ്തകവും അവസാന പുസ്തകവും തീർച്ചയായും വെളിപ്പാട് നിറഞ്ഞതാണ്. അങ്ങനെ അദ്ദേഹത്തിന് ലഭ്യമായ വെളിപ്പാടിനെ കുറിച്ച് 90-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, നീ തലമുറ തലമുറയായി അനാദിയായ ദൈവമാണ്, ശാശ്വതമായ ദൈവമാണ്. അദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടിയ റെവലേറ്ററി നോളജിൽ ദൈവം അതാണ് അനാദിയായവൻ. ആദ്യത്തെ ആദി എന്ന് പറയുന്നത് ദൈവമാണ് എന്ന് മോശ പറയുന്നു. ആ ദൈവം ഈ പ്രപഞ്ചം ഉളവാകുന്നതിന് മുൻപേ ഉളവായവനാണ് എന്നാണ് മോശ പറയുക. അത് തലമുറ തലമുറ തലമുറകളായി ആ ദൈവത്തെയാണ് അതേ പുരാതന സംസ്കൃതിയിൽ അതിന്റെ ചലനങ്ങൾ കാണുന്നു. തുടർന്ന് ഏകദൈവ വിശ്വാസത്തിലേക്ക് വന്ന അതേ യഹൂദന്റെ വിശ്വാസധാരയിൽ ആ ദൈവത്തെ കുറിച്ച് തിരിച്ചറിയുവാൻ കഴിയുന്നു. അതേ അതിൽ പിൽക്കാലമുണ്ടായ യേശു പഠിപ്പിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന ആ ദൈവബോധ്യത്തില് അവിടെയും അതേ സൃഷ്ടാവായ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുമെന്ന് ഈ സങ്കീർത്തന വാക്യത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് അറിവിന്റെ തലങ്ങൾ രണ്ട് തരത്തിൽ പോകുമ്പോഴും ഇതിനെ യോജിപ്പിക്കുവാനും അറിയുവാനും ഇനിയും നമ്മളേറെ പഠിക്കേണ്ടതുണ്ട്. അതിലൊരു വാക്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. അവിടെ ഇപ്രകാരം ഒരു മനോഹരമായ രേഖപ്പെടുത്തലുണ്ട്. അത് സ്വർഗത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടാണ്. അത് വെളിപ്പെടുത്തി കിട്ടപ്പെട്ട മനുഷ്യൻ പറയുക, താൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സമാധാനമുള്ള ഇടം, ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനമുള്ള ഇടം, അത് ഹെവൻലി സ്പേസാണ്, സ്വർഗീയമായ ഇടമാണ്. ആ ഇടം ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയും. അതൊരു വെളിപ്പാടാണ്. അവിടെ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നു. അതേ പത്മരാഗത്തോട് സദൃശമായ മരതകത്തോട് സദൃശമായ ഒരുവൻ അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു ദർശനം തിരുവെഴുത്തിലെ മുന്നമേ തിരിച്ചറിയാതെ പോയ ഒരു കാര്യമാണത്. സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവൻ. പിന്നീട് ആ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അതിൽ 7 ദീപങ്ങളായ ദൈവത്തിന്റെ ആത്മാക്കൾ അവിടെ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു. 5-ാം അധ്യായത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് എന്ന നിലയിൽ പുത്രനെയും പരിചയപ്പെടുത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ ഇടമായ സ്വർഗത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ് 4-5 അധ്യായങ്ങൾ വെളിപ്പാടിൽ നമുക്ക് കാണുന്നത്. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: സിംഹാസനത്തിൽ നിന്ന് മിന്നൽ, നാദം, ഇടിമുഴക്കം ഇവ പുറപ്പെട്ടുകൊണ്ടേയിരിക്കും.
മിന്നൽ, നാദം, ഇടിമുഴക്കം. ഈ മൂന്ന് പേരും ഈ മൂന്ന് വാക്കും ചേരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ഫോടനം. അതിശക്തമായ പ്രകമ്പനം ഉളവാക്കുന്നത് ദൈവസിംഹാസനത്തിൽ നിന്ന് നിരന്തരം പുറപ്പെടുന്നു എന്നതാണ് റെവലേറ്ററി നോളജിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ റെവലേറ്ററി വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ അസ്തിത്വത്തിൽ നിന്നാണ് നാം ഇന്നും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ രണ്ടറിവുകളെ കുറിച്ചുള്ള പഠനങ്ങൾ ഇനി നമ്മുടെ സഭകളിൽ വർദ്ധിക്കണം. ഇങ്ങനെയുള്ള കൂടിവരകൾ വർദ്ധിക്കണം. സയൻസിന്റെ എല്ലാ കാര്യങ്ങളെയും തിരിച്ചറിയണം. തിരുവെഴുത്തിലെ എല്ലാ കാര്യങ്ങളെയും തിരിച്ചറിയണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോവുകയാണ്. അതുകൊണ്ട് തിരുവെഴുത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യത്തിലേക്ക് യേശു നമ്മളെല്ലാം ഈ രാത്രി വേളയിൽ ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 പ്രധാന വിശ്വാസ തലങ്ങളിലൂടെയാണ് ഇന്ന് ലോകത്തിലെ ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ബഹുദൈവ വിശ്വാസമാണ്, മറ്റൊന്ന് ഏകദൈവ വിശ്വാസമാണ്, മറ്റൊന്ന് ത്രിയേക ദൈവ വിശ്വാസമാണ്. പിന്നീട് അതിൽ ചെറുതായിട്ടാണ് വ്യക്തികളെയും ആത്മാക്കളെയും മറ്റും ആരാധിക്കുന്ന പോപ്പുലർ റിലീജിയൻ എന്ന് പറഞ്ഞും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്ന ഭാഗങ്ങളുണ്ട്. അതും 6% അതിനെ കണക്കാക്കപ്പെടാറുണ്ട്. പ്രിയരെ, ഞാൻ പറയട്ടെ, ഈ വിശ്വാസ തലത്തിലാണ് ഇന്ന് ലോകം. പക്ഷേ പ്രശ്നം എവിടെയാണ്? ബഹുദൈവ വിശ്വാസികളും ഏകദൈവ വിശ്വാസികളും അതുപോലെ തന്നെ ത്രിയേക ദൈവ വിശ്വാസികളും ഈ ലോകത്തിൽ പരസ്പരം സ്നേഹമില്ലാത്തവരായി മാറിയിരിക്കുന്നു. അതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. തിരുവെഴുത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം എന്താണ്? വിശ്വാസം, പിന്നെ പ്രത്യാശ, അടുത്തത് സ്നേഹം. ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. വിശ്വാസം സ്നേഹത്തിലൂടെയാണ് വെളിപ്പെടേണ്ടത്. പ്രത്യാശ സ്നേഹത്തിലൂടെയാണ് വെളിപ്പെടേണ്ടത്. അതെ, അതിന് ഈ ലോകത്തെ എക്വിപ്പ് ചെയ്യുവാൻ ദൈവം ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുകയാണ്. ഇന്ന് വിശ്വാസികൾ തമ്മിൽ ഘോര യുദ്ധത്തിന് തയ്യാറാക്കുകയാണ്. വിശ്വാസം വ്യത്യസ്തമായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതല്ല നീ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് നീ ശരിയല്ല ഞാനാണ് ശരി എന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അല്ല, ഒരു മരത്തില് 2-3 ശിഖരങ്ങൾ, അതെ, അതിന് മുകളിൽ വീണ്ടും വീണ്ടും ശിഖരങ്ങൾ, അതെ, അങ്ങനെ വീഴുന്ന ഒരു വൃക്ഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിശ്വാസത്തിന്റെ സംഹിതകളെ, ഗ്രന്ഥങ്ങൾ, തിരുവെഴുത്തുകൾ നമ്മളെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, കൂട്ടുകാരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിൽ പരമായ ഒരു സ്നേഹമില്ല. അതാണ് ഏറ്റവും വലിയ സ്നേഹം. അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് ആശ്വാസമുള്ളത്. പക്ഷെ പ്രിയരെ, ഇന്ന് ലോകത്തിന് ഇത് പറഞ്ഞു കൊടുക്കുവാൻ ഞാൻ തയ്യാറായിട്ടില്ല. വ്യത്യസ്തങ്ങളാകാം വിശ്വാസമെങ്കിലും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് നമ്മളെന്ന്, ഒരുമിച്ച് സ്നേഹിക്കേണ്ടവരാണ് നമ്മളെന്ന്. നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീരിന്റെ വേദനയുടെ തലം ഒന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വീഴുന്ന വേദനയുടെയും വിശ്വാസങ്ങളുടെയും അതേ നൊമ്പരങ്ങളുടെയും അളവ് വിശ്വാസം വ്യത്യസ്തമായതുകൊണ്ട് മാറിപ്പോകുന്നൊന്നുമില്ല എന്ന്. അതെ, എന്റെയും ഏകദൈവ വിശ്വാസിയുടെയും ബഹുദൈവ വിശ്വാസിയുടെയും ത്രിയേകദൈവ വിശ്വാസികളുടെയും അതേ രക്തം ഒരേ രക്തം തന്നെയാണെന്ന്, അവരെല്ലാം ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പോയ ഈ ലോകത്തിൽ ദൈവം പറയുകയാണ്, we have to repent. നമ്മൾ അനുതപിച്ചേ മതിയാവും. അതെ, പ്രസംഗം കേട്ട് അല്ലെങ്കിൽ യോഗം കൂടി ഭിന്നതയുടെ ഉടമയായിട്ടല്ല കടന്നു പോകേണ്ടത്. എന്നെ സൃഷ്ടിച്ച അതുപോലെ തന്നെയാണ് അതെ മറ്റു വിശ്വാസത്തിലായ പോയ വ്യക്തികളെയും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നെയും അവരെയും സൃഷ്ടിച്ചത് ഒരേ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെ തിരിച്ചറിയുന്നതിലെ പരാജയത്തെ കുറിച്ച് അനുദപിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഈ ലോകത്തില് വിശ്വാസങ്ങൾ വ്യത്യസ്തമായതിനാൽ ഭിന്നതയിലേക്ക് പോയ ചരിത്രം മാത്രമാണ് ഈ ലോകത്തിൽ നാം വായിക്കുന്നത്. ഇവിടുത്തെ ക്രൂസേഡുകളും ഇവിടുത്തെ കുടിയേറ്റങ്ങളും ഇവിടുത്തെ അതേ 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും എല്ലാം പ്രിയരെ നാം തിരിച്ചറിയുമ്പോൾ ദൈവത്തെ
സ്നേഹത്തിലൂടെ തിരിച്ചറിയാൻ അതെ പരാജയപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിന്റെ ബലഹീനത നാം തിരിച്ചറിയേണ്ടിയിരിക്കും. ഇവിടെ നാം നിലവിളിക്കണം, നാം ശക്തമായി നിലവിളിക്കണം. മറ്റുള്ളവരുടെ കുറ്റം പറയുവാനുള്ള ഇടമല്ല ദൈവവചനം പ്രഘോഷിക്കുന്ന ഇടം, മറിച്ച് എന്റെ തന്നെ കുറ്റത്തെ കണ്ടെത്തുന്ന ഇടമാണ്. ഞാൻ ആരാണ്, എവിടെയാണ് ഞാൻ തെറ്റിപ്പോയത്? യേശു മുഖത്തു നോക്കി പറയുകയാ, നിങ്ങൾ തിരുവെഴുത്തുകളെ തിരിച്ചറിഞ്ഞതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഭിന്നിക്കുകയാണ്, നിങ്ങൾ പരസ്പരം കലഹിക്കുകയാണ്. അതെ, നിങ്ങളുടെ ഭവനത്തിൽ കലഹമുണ്ട് എങ്കിൽ, ഭാര്യയെ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ കലഹങ്ങൾ ഉണ്ടെങ്കിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, ഇന്നുവരെ നാം കേൾക്കാത്ത വാർത്തകൾ നമ്മളുടെ മുമ്പിലെത്തുന്ന വാർത്താ പത്രികകൾ നമ്മുടെ മുമ്പിൽ നിരത്തുമ്പോൾ, അമ്മയെ കൊല്ലുന്ന മകനും മകനെ ഹിംസിക്കുന്ന പിതാവും അതേ സഹോദര ബന്ധങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിയ ജീവിതവും എല്ലാം ഈ ലോകത്ത് കാണപ്പെടുമ്പോൾ, തിരുവെഴുത്ത് തിരിച്ചറിയുന്നതിൽ ജനത്തിന് വന്ന പരാജയം അത് ഞാൻ വേണ്ടതുപോലെ പഠിപ്പിക്കാത്തത് കൊണ്ടാണെന്ന്, ഞാൻ വേണ്ടതുപോലെ അതിനെക്കുറിച്ച് പാടാത്തത് കൊണ്ടാണെന്ന്, ഞാൻ അത് വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണെന്ന് തിരിച്ചറിയുന്ന ഒരു ക്രൈസ്തവ സമൂഹമായി മാറുവാൻ ദൈവം ഈ രാത്രിയിൽ നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രിയരെ, എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ട് ബാക്കി 2 കാര്യങ്ങൾ നമ്മൾ നാളെ ആയിരിക്കും ധ്യാനിക്കുക. നിങ്ങൾ ആരും വരാതിരിക്കരുത്. അതിപ്രധാനമായി നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാനുള്ള കാര്യമാണ്. ദൈവം ആരാണെന്ന് തിരിച്ചറിയുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന അതിന്റെ മർമ്മം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അത് പഠിപ്പിക്കാൻ തന്നെയായിട്ട് കർത്താവ് വളരെ മനോഹരമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ധാരാളം വാക്യങ്ങളുണ്ട്. അതിൽ ഒന്ന് 8-ാം സങ്കീർത്തനത്തിലാണ്. അവൻ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്, അല്പം മാത്രം നമ്മെ താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. പിന്നീട് മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ നാം കാണുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇവിടെ സയന്റിഫിക് നോളജും റെവലേറ്ററി നോളജും നമ്മളെ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. സൃഷ്ടാവായി ഒരുവനുണ്ട്, സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. അതെ, അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളാണ്, നമ്മൾ ഒരേ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് മനുഷ്യരായ നമ്മൾ ഒരേ ദൈവത്തിന്റെ മക്കളാകയാൽ നാം എല്ലാം സഹോദരങ്ങളാണ്. അതാണ് അതിലെ അതിപ്രധാനമായ കാര്യം എന്നത് നാം മറന്നു പോകരുത്. തൃത്വത്തിന്റെ കാര്യങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം തന്റെ വചനം നൽകിയ ഈ വാക്യത്തിൽ നിന്ന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പാഠങ്ങളാണ്. ഇവിടെ പ്രായപൂർത്തിയായ പിതാവിനെയോ മാതാക്കളോ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലെത്തുവാനുള്ള സഹോദരന്മാർ അല്ലെ മക്കള് ഇവിടെ ഉണ്ട്. ഒരു മനുഷ്യൻ ഒരേ സമയം 3 വ്യക്തിത്വങ്ങളെ ഒരുമിച്ച് വെളിപ്പെടുത്തേണ്ടവരാണ്. ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത. അതൊന്ന് മകൻ എന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ മകൾ എന്നുള്ളതാണ്. പുത്രത്വത്തിന്റെ ഒരു വ്യക്തിയാണ് നിങ്ങൾ ഓർത്തു നോക്കിയേ. നമ്മളെല്ലാം നമ്മുടെ അഡ്രസ് എഴുതുമ്പോൾ നമുക്കെല്ലാം ഒരുപക്ഷെ നാം കണ്ടിട്ടില്ലായിരിക്കാം, ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം. നമ്മൾ ഇന്ന അപ്പന്റെയും അമ്മയുടെയും മകനാണ് എന്ന് നമുക്ക് എഴുതിയേ പറ്റൂ. അതേ, ആ ബന്ധം മകൻ എന്ന അല്ലെങ്കിൽ മകൾ എന്ന ബന്ധം ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ആ മകൻ എന്ന വ്യക്തിയായി നിങ്ങൾ മരിച്ചാൽ പോലും മകൻ എന്ന ആ സ്റ്റാറ്റസ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല, എന്നും മകനാണ്. എന്നാൽ അല്പം മാത്രം താഴ്ത്തിയിലൂടെ സംഭവിച്ചത് എന്താണ്? ഈ മകന് വളർച്ച അനുവദിക്കപ്പെട്ടു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ മകൾക്ക് വളർച്ച അനുവദിക്കപ്പെട്ടു എന്നതാണ്. വളർച്ച അനുവദിക്കപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ വിവാഹിതരാകുകയും മകൻ ഭർത്താവായി മാറുകയും ചെയ്തു, മകൾ ഭാര്യയായി മാറുകയും ചെയ്തു. അടുത്ത വ്യക്തിത്വം അവനിൽ രൂപപ്പെടുകയാണ്. ഒരേ സമയം മകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നാം നിറവേറ്റണം, മകൾ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നാം നിറവേറ്റണം. അതേസമയം ഭർത്താവ്
ഭാര്യ എന്ന ഉത്തരവാദിത്വം നിലവേറ്റണം. അത് 2 തലമുറയാണ്. ഒന്ന് മുൻ തലമുറയെങ്കിൽ മറ്റൊന്ന് സമതലമുറയാണ്. അങ്ങനെ ഒരു വ്യക്തി വ്യത്യസ്തമായ 2 ഉത്തരവാദിത്തങ്ങൾ ഏർപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ പേര് ധരിക്കുകയാണ്. അത് മകൻ, ഭർത്താവ് എന്ന നിലയിലാണ്. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ ഈ മകനായിരുന്നയാൾ, ഭർത്താവായിരുന്നയാൾ ആരായിട്ട് മാറും? പിതാവായിട്ട് മാറും. അല്ലെങ്കിൽ അമ്മ ആയിട്ട് മകൾ ഭാര്യ മാറുകയാണ്. ഒരേ സമയം പിതാവായി, അതേസമയം ഭർത്താവായി, അതേസമയം മകനായും ജീവിക്കേണ്ടവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഒരേ സമയം പിതാവാണ്, അതേസമയം നിങ്ങൾ ഭർത്താവാണ്, അതേസമയം നിങ്ങൾ മകനാണ്. ഈ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരേ സമയം മകളാണ്, അതേസമയം ദൈവം വിവാഹത്തിലൂടെ നിങ്ങളെ ഭാര്യയാക്കിയിട്ടുണ്ട്. അതേ അടുത്ത തലമുറയുടെ ഉത്തരവാദിത്തമുള്ള അമ്മയായും നിങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഇതേ പേര് തന്നെ ഭർത്താവ് ഭാര്യ എന്നുള്ളതിന് ദൈവം സൃഷ്ടിച്ചപ്പോൾ നൽകിയ ഒരു മനോഹരമായ ഒരു പേരുണ്ട്. തക്ക തുണ എന്നാണ് പറയുക. എയ്സ് എന്ന് പറയുന്ന ഒരു എബ്രായ വാക്കാണ് അതിന് ഉപയോഗിക്കുക. അതിനെ പ്രാർത്ഥനയിൽ നമുക്ക് തക്ക തുണയായിട്ട് നിൽക്കുന്ന ഒരാളെ പൗലോസ് നമുക്ക് വെളിപ്പെടുത്തരുന്നുണ്ട്. അത് റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ തുണ നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ സ്വരൂപവും സാദൃശ്യത്തിലുമുള്ള ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന പേര് നമുക്കുള്ള അതേ പേര് തന്നെയാണ്. നിങ്ങൾ ഒരേ സമയം പിതാവും, അതേസമയം പുത്രനും, അതേസമയം ഭർത്താവും ആയിരിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ദൈവവും. നിങ്ങളെ അവന്റെ സ്വരൂപത്തിലാണ്, അവന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്. അതിനുശേഷം ഈ വലിയ മർമ്മത്തെ വെളിപ്പെടുത്തുന്നതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. പിതാവ് എപ്പോഴും പുത്രനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. പുത്രൻ ഒരിക്കലും പിതാവിനെ ഒരു കുറ്റം പറയില്ല. പിതാവ് എന്നിലും വലിയവൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറയുകയാണ്, മനുഷ്യപുത്രനോട് ഏതെങ്കിലും പിഴ ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കുമെന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്താൽ ക്ഷമിക്കുകയില്ല. പരിശുദ്ധാത്മാവ് അത്രയും ശ്രേഷ്ഠനാണ്. പ്രിയരെ, എന്റെയും നിങ്ങളുടെ വീട്ടിലെ സംഭാഷണങ്ങൾ, അവിടെയാണ് ഈ സ്നേഹം വെളിപ്പെടുന്നത്. നിന്റെ കൂടെയുള്ള ആളെ ഒരിക്കലും ചെറുതായിട്ട് പറയരുത്. അവരിൽ ഒരുപക്ഷെ ചെറുമ കാണുമായിരിക്കാം, ചെറിയ അവസ്ഥകൾ കാണുമായിരിക്കാം. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം എല്ലാം തുല്യമായി നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഭാര്യ ഒരിക്കലും ഭർത്താവിനെയോ, ഭർത്താവ് ഒരിക്കലും ഭാര്യയെയോ, മക്കൾ ഒരിക്കലും പിതാവിനെയോ മാതാവിനെയോ, അതേ മാതാപിതാക്കൾ കുഞ്ഞിനെയോ, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളെയോ മാതാപിതാക്കൾ മക്കളെയോ ഭാര്യ ഭർത്താവിനെയോ ഇകഴ്ത്തുന്നവരായി ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ വീടുകളിൽ സ്നേഹത്തിന്റെ വാക്കുകൾ, ഭാര്യ ചെയ്തു തന്ന ഓരോന്നിനും നന്മ, നന്ദി, സ്നേഹം പറയുവാൻ എത്ര നല്ലതാണ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാൻ. ഇന്ന് ഞാൻ സുരേഷേട്ടൻ്റെ വീട്ടിലായിരുന്നു. ഈ ദിവസങ്ങളിൽ എനിക്ക് അവിടെയാണ് താമസസൗകര്യം പ്രത്യേകിച്ച് സുരേഷിനെ ഓർക്കുകയാണ്. ആ ഒരു മഹത്വം ഞാൻ ആ വീട്ടിൽ കണ്ടു. പ്രിയരെ, സ്നേഹമാണ് അത് വിശ്വാസത്തിലൂടെ വെളിപ്പെടേണ്ടതെങ്കിൽ, നാം വെളിപ്പെടുത്തേണ്ടത് ത്രിയേക ദൈവത്തെയാണ് എങ്കിൽ, ആ ത്രിയേക ദൈവത്തെ അറിയാത്തവർ നമ്മളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയാൽ പോലും അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, അവർ നമ്മളെ വള്ളിപൃഷ്ഠരാക്കുന്നവരായാൽ പോലും അവർക്ക് വേണ്ടി നിലവിളിക്കുവാൻ അവ നമ്മളെ വിളിച്ചാക്കിയിരിക്കുകയാണ്. ഒന്നാമത് റിപ്പന്റ് ആകേണ്ടത് വിശ്വാസത്തിലുള്ള ഈ വൈരുദ്ധ്യങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് വിശ്വാസം സ്നേഹമായി പരിണമിപ്പിക്കുവാൻ ആ സുവിശേഷം എന്നെ ഏൽപ്പിക്കണമേ. എന്റെ ദൈവമേ, ഇനിയുള്ള നാൾ മുഴുവൻ സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ ഉടമയായി മാറുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അതെ, വെളിപ്പാടിലൂടെ
ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ നാം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉടമകളായി മാറുന്നത്. കാരണം ആ വചനമാണ് ജഡം ധരിച്ച് ജീവനായ സ്നേഹത്തിന്റെ സ്നേഹമായ ക്രിസ്തുവായി രൂപപ്പെട്ടത്. ആ ക്രിസ്തു നമ്മളോട് പറയുകയാണ്, എന്നെയും നിങ്ങളെയും വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നാലും സ്നേഹത്തിൽ നിന്ന് ഒരു പടി പോലും മാറാതെ, സ്നേഹത്തിന്റെ ഒരു പടി പോലും മാറാതെ, അതെ, തിരുവെഴുത്തിന്റെ മർമ്മം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ക്രൈസ്തവരായി നമ്മെ ദൈവം ഒരുമിച്ച് വിളിച്ചാക്കിയിരിക്കുകയാണ്. നാളെ ഇതിന്റെ ബാക്കി 2 കാര്യങ്ങൾ കൂടെ വേഗം നമുക്ക് ധ്യാനിപ്പാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ദയവായി കടന്നു വരണമേ. പരമാവധി നമ്മുടെ സഹോദരങ്ങളെ, സഭാവ്യത്യാസമില്ല, സ്നേഹത്തിന്റെ ആത്മാവിലാണ് നമ്മുടെ ശുശ്രൂഷകളെല്ലാം. ആ സ്നേഹത്തിന്റെ ഉടമയായ ദൈവത്തെ ആരാധിക്കുന്ന, അവനെ പാടി മഹത്വപ്പെടുത്തുന്ന, അവനിൽ നിന്ന് കൃപയും ശക്തിയും പ്രാപിക്കുന്ന അനുഭവങ്ങളായി ദൈവം നമുക്ക് വരുന്ന ആളുകളെ തീർക്കാൻ പോവുകയാണ്. അതിലേക്ക് നിങ്ങളെ വളരെ സ്നേഹത്തോടെ ഞാൻ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. ഈ ത്രിയേക ദൈവം പഠിപ്പിച്ച വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും വെളിപ്പാടുകൾ അറിഞ്ഞുകൊണ്ട് അവരെ ആരാധിക്കുന്ന മകനായി തീരുവാൻ ദൈവങ്ങൾ സമർപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും അതാദരങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ കുറിച്ചുള്ള അറിവ് വ്യക്തമായി തിരിച്ചറിയാതെ പോയി പിണക്കത്തിലും ഭിന്നതയിലുമായ ഈ ലോകത്തിൽ, യുദ്ധവും രക്തപ്പുഴകളുമുള്ള ഈ ലോകത്തിൽ, കലഹവും പിണക്കവുമുള്ള ലോകത്തിൽ, വൈരാഗ്യവും വഞ്ചനയുമുള്ള ലോകത്തിൽ, ഈ രാത്രിയില് ദൈവം നിങ്ങളെ വേർതിരിച്ച് ഈ വിശുദ്ധ ആലയത്തിന്റെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നതിന് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നീ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ മനസ്സ് തുറക്കണം. അതിനായി സമയം കണ്ടെത്തണം. നിന്റെ ജീവിതത്തിൽ ഒരുപാട് വേല നിനക്കൊണ്ട് ദൈവം അത് കാണുന്നു. നിനക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, കർത്താവ് അത് കാണുന്നു. അത് നിമിത്തം നീ തിരുവെഴുത്ത് പഠിക്കുന്നതിൽ നിന്ന് മാറിപ്പോവരുത്. ഇന്നൊരു തീരുമാനമെടുക്കാമോ? ഇന്നു മുതലുള്ള എന്റെ ജീവിതയാത്രയിൽ തിരുവെഴുത്ത് പഠിക്കുന്നതിനായി ജീവിതത്തിൽ ഒരു 10 മിനിറ്റ് 10 നിമിഷം ഇന്നു മുതൽ ഞാൻ മാറ്റിവെക്കുവാൻ കർത്താവെ ഞാൻ തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ തീരുമാനത്തെ ദൈവം കാണാൻ പോവുകയാണ്. ഈ ദേശത്ത് മുഴുവൻ സ്നേഹത്തിന്റെ പ്രവാചകരായി മാറുന്ന, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഈ ഇന്ത്യയിൽ സ്നേഹത്തിന്റെ വക്താക്കളാക്കി ദൈവം കൊടക്കിൽ നിന്ന് ആളുകളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി തീരുവാൻ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രമാണങ്ങളെ, തിരുവെഴുത്തുകളെ ആഴമായി പഠിക്കുവാൻ ദൈവമേ ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് ഈ രാത്രിയിൽ ദൈവത്തോട് പറയുവാൻ ആരാണ് തയ്യാറുള്ളത്? അവർ വിശ്വാസത്തോടെ, വിനയത്തോടെ അവരുടെ കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നെഞ്ചോട് ചേർത്തുകൊണ്ട്, രക്തം തുടിക്കുന്ന, അതെ, ജീവൻ ഒഴുകുന്ന നിങ്ങളുടെ രക്തം, ആ രക്തം തുടിക്കുന്ന ഹൃദയത്തില് ദൈവജീവന്റെ അംശമായി ഉള്ളതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ തിരുവെഴുത്ത് പഠിച്ച് അറിഞ്ഞ് ജീവിപ്പാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പ്രിയമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ദൈവത്തോട് പറയുക, തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ബുദ്ധിയെ തുറക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. അതേ, തിരുവെഴുത്തിന്റെ മർമ്മങ്ങളിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന, അതിന്റെ ആഴത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന, അതിന്റെ സത്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിന്റെ പാദപ്പെടുത്തൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം ഉണ്ടാകുവാൻ ദൈവം നിങ്ങളിൽ മേൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹത്തിന്റെ രാത്രിയാകയാൽ ദൈവങ്ങളിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ തലമുറയെ അതിനായി കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരു ദിവസത്തില് 10 മിനിറ്റെങ്കിലും ഞാൻ എൻ്റെ ഭവനത്തിൽ ഇരുന്ന് എൻ്റെ ഭാര്യയോടും എൻ്റെ ഭർത്താവിനോടും എൻ്റെ മകനോടും എൻ്റെ മകളോടും ചേർന്ന്, അല്ലെങ്കിൽ കുടുംബത്തിലായിരുന്നു ഞങ്ങൾ വചനം വായിച്ച് പഠിക്കുവാൻ ഞങ്ങൾ ഇന്നു മുതൽ സമയം വേർതിരിക്കുവാൻ കർത്താവിന്റെ തിരുസന്നിധിയിൽ തീരുമാനമെടുക്കുകയാണ്. ആമേൻ. അപ്രകാരം തീരുമാനമെടുക്കുന്ന മക്കളെ കർത്താവ് കാണുകയാണ്. അവരുടെ കുടുംബങ്ങളെ കർത്താവ് കാണുകയാണ്. അവർ കുടുംബങ്ങളിൽ അതിന് വിരോധമായി നിൽക്കുന്ന രോഗമാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, സംശയങ്ങളാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധിയാകട്ടെ, ജീവിത ക്ലേശങ്ങളാകട്ടെ, അതിനെ മാറ്റുവാൻ ശക്തിയുള്ള ഒരു ദൈവം നിങ്ങളുടെ അരികിൽ നിൽപ്പുണ്ട്. അവൻ നിങ്ങളെ തൊട്ടുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ എന്നെ തൊട്ട് സൗഖ്യമാക്കിയവനാ.
എന്റെ രോഗബന്ധനത്തിൽ എന്നെ തൊട്ട് സൗഖ്യമാക്കുവാൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ട് അവന്റെ കരം നിങ്ങളുടെ മേൽ അവൻ വെച്ചിട്ടുണ്ട്. തിരുവെഴുത്തുകളെ ഇനിയും തിരിച്ചറിയുന്നതിൽ വന്നുപോയ കുറവുകളെ ഞാൻ അങ്ങയോട് അത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ്. വചനം പഠിക്കുന്നതിൽ അത് 1189 അധ്യായങ്ങളോട് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന 33,123 വാക്യങ്ങളോട് ഞങ്ങൾ വെളിപ്പെടുത്തി തന്ന 66 പുസ്തകങ്ങളിലെ തിരുവചനത്തിന്റെ വാക്കുകളെ തിരിച്ചറിയുന്നതിൽ വന്നുപോയ പരാജയങ്ങൾ കൊടയ്ക്കൽ സഭയായി ഈ രാത്രിയിൽ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ഏറ്റുപറയുകയാ. എന്റെ കർത്താവേ, അവിടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളൊരു പുതുക്കമുണ്ടാകുവാൻ, ഞങ്ങളിൽ ദൈവവചനത്തിന്റെ ഇന്ധനം നിറയപ്പെടുവാൻ. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ സന്നിധിയില് കർത്താവേ, ഞങ്ങൾ അതേ കർത്താവിന്റെ സന്നിധിയില് യഥാർത്ഥ അനുതാപത്തിന്റെ മകനായി മാറുവാൻ, മനസ്സിലെ പകകൾ മാറ്റപ്പെടുവാൻ, പിണക്കങ്ങൾ മാറ്റപ്പെടുവാൻ ഈ മക്കളെ തൊടുമാറാകണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എല്ലാ ഭിന്നതകള്, പിണക്കങ്ങള്, വേദനകള്, കണ്ണുനീര് മാറിപ്പോകട്ടെ. യേശുവേ, ജീവന്റെ ദൈവമേ, ജീവിപ്പിക്കുന്ന ദൈവമേ, അവിടുത്തെ തിരിച്ചറിയുവാൻ പിതാവായി ദൈവത്തെ സ്നേഹിക്കുന്ന മകനായി, പുത്രനായി ദൈവത്തെ സ്നേഹിക്കുന്ന മകനായി, പരിശുദ്ധാത്മാവായി ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച് സ്നേഹിക്കുന്ന മകനായി ഈ സഭയിലെ പുരുഷന്മാരെയും കർത്താവേ അപ്രകാരമുള്ള മക്കളായി, മകളായി ഈ സഭയിലെ സ്ത്രീകളെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന മക്കളെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഈ രാവിന്റെ വേളയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ കരം ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് കൂട്ടായിരിക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാനും കർത്താവേ ദൈവശക്തിയെ ഇനിയും അനുഭവിച്ചറിയുവാനും മക്കളെ തൊട്ടിരിക്കുക നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ കണ്ണുനീരിനെ മാറ്റിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവിതത്തിന്റെ വേദനകളില് തനിയെ ഇരുന്ന് നിലവിളിക്കുന്ന മാതാക്കന്മാരുടെയും പിതാക്കന്മാരുടെയും കർത്താവേ ഹൃദയത്തെ അവിടെ തൊട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. രോഗബന്ധനങ്ങളുടെ ഭാരത്തില് മുമ്പോട്ട് പോകുവാൻ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെടുന്ന മക്കളെ പിതാവായി ദൈവം തൊട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറച്ച് യേശുവിന്റെ രക്തത്തിൽ അവരെ കഴുകിയതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് കൂടെ ഇരിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ. അവിടുന്ന് ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊടൈക്കലം ദേശത്തിനായി, ദൈവത്തിന്റെ പരിസര പ്രദേശങ്ങൾക്കായി കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇവിടെ കടന്നു വന്ന വൈദികർക്കായി, കർത്താവേ പാസ്റ്റർമാർക്കായി, കർത്താവെ കടന്നു വന്ന മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർക്കായി കർത്താവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവങ്ങളിലേക്ക് വിനയത്തോടെ സമർപ്പിക്കട്ടെ. കർത്താവെ, വിനോദത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവെ പല കുഞ്ഞുങ്ങളും അറിയാതെ വിനോദത്തിന് വേണ്ടി കർത്താവെ മൊബൈലും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സമയം പാഴാക്കിക്കൊണ്ട് കർത്താവെ തിരുവനന്തപുരത്ത് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നവരെ ഈ രാത്രി അവിടെ തൊട്ട് അവരെ വിടുവിക്കണമേ, അവരെ വിടുവിക്കണമേ. കർത്താവെ, തിരുവെഴുത്തിലൂടെ വെളിപ്പെടുന്ന ദൈവജ്ഞാനത്തിന്റെ ഉടമകളായി എന്റെ മക്കളെല്ലാം മാറ്റുകയും വലിയ കൂട്ടായ്മയും സ്വർഗത്തിലെ നിത്യമായ കൂട്ടായ്മയും ഞങ്ങളെല്ലാം കാണപ്പെടുവാൻ കർത്താവ് വഴിയാക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദത്തിനായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ യാഗമായി ഏൽപ്പിക്കുകയും ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയേക ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവവചനത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് കർത്താവിന്റെ ആത്മാവിൽ അവനെ ആരാധിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ എപ്പോഴും സഹായിക്കുമാറാകട്ടെ. ആമേൻ.